ഉപകരിക്കുന്നത്. വിവരമില്ലായിട്ടാണോ രാവണൻ? കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പഠിച്ച പുസ്തകത്തിന്റെ പേരൊക്കെ ഉണ്ട്. ഡിഗ്രിയും കടലാസൊക്കെ കാണാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരുന്നുണ്ട് കടലാസ്. നല്ല പഠിപ്പുള്ളവരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കഥയിലും പഠിപ്പുകൊണ്ട് കാര്യമില്ല. സമ്പ്രദായം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ ചീത്തതം കാണിച്ചവന്റെ പേരും പഠിപ്പും കേൾക്കുമ്പോൾ നമ്മളൊന്നും തോന്നും പോണ്ട പഠിക്കാൻ ഉണ്ട് തോന്നിപ്പോവില്ലേ? ചിലതൊക്കെ കണ്ടാൽ അത് പഠിച്ചതുകൊണ്ട് നന്നാവുന്ന, പഠിച്ചിട്ട് കാര്യമില്ല, പഠിപ്പ് നന്ന്. പക്ഷെ അതിനനുസരിച്ച് എന്തും കൂടി വേണം, സംസ്കാരം വേണം. അത് കൊടുത്ത പുസ്തകം വായിച്ചാൽ ഉണ്ടാവില്ല. അത് കുടുംബത്ത് പെരുമാറിയിട്ടും ലോകത്ത് പെരുമാറിയിട്ടും നല്ലത് കണ്ടിട്ടും നല്ല സമ്പ്രദായത്തിൽ വളർന്നിട്ടും നല്ല സംസ്കാരം ആർജിക്കണം. അത് പുസ്തകത്തിൽ നിന്ന് കിട്ടില്ലല്ലോ. നല്ല സംസ്കാരം പുസ്തകത്തിൽ നിന്ന് മാത്രം അത് കിട്ടില്ലേ, ലോകത്തിൽ നിന്നും കൂടി നമ്മൾ പണിയെടുത്തുണ്ടാക്കണം. അങ്ങനെ നല്ല സാഹചര്യങ്ങളിലൊക്കെ പെരുമാറി സജ്ജനങ്ങളുടെ കൂടെ കൂടി സദ്ഭാവങ്ങളും സൽസമ്പ്രദായങ്ങളും ഇടപെട്ട് നല്ല ക്രിയകളൊക്കെ ചെയ്ത് ശീലിച്ച് അമ്മട്ടിലൊരു വെളിച്ചം ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ചാലേ പ്രവൃത്തിയിൽ ആ വെളിച്ചം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ മഹാമോശമായിരിക്കും സമ്പ്രദായേ. അതാണ് അത് ആത്മാർത്ഥത, ഹൃദയത്തിലൊരു നിഷ്കളങ്കമായ ഭാവം ഉണ്ടാവേണ്ടതാണ്. അതില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. രാവണൻ ചെയ്ത പണിയത്. അതുകൊണ്ടാണ് മഹാഭാരതം ഞാൻ എന്ത് ചെയ്തത്, ഈ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ രൂപം കിട്ടിയില്ലേ, എന്താണ് കഥ എന്ന് അതൊന്നും ഇതിവിടെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പം എന്നിട്ട് മറ്റേ ആ പുരോഗമനക്കാരി പറഞ്ഞത് നോക്കൂല്ലേ. അപ്പൊ അവരിതൊന്നും വായിച്ചിട്ടൊന്നുമില്ലേ. അവര് വിചാരിച്ചു രാവണനെ അങ്ങോട്ട് പണ്ടൊരുത്തൻ ഒരു എഴുത്തുകാരനെ, വലിയ എഴുത്തുകാരനെ, പേര് പറയുന്നില്ല, കാശയം പറയാൻ ആർക്കും മനസ്സിലാവുമൊന്നുമില്ല. അയാളൊക്കെ പണ്ടോ നടന്നതാ എന്തെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഈ രാമനേക്കാൾ വളരെ മഹാത്മാവും യോഗ്യനും ശ്രേഷ്ഠനുമായിരുന്നു രാവണൻ. ആ രാവണനെ വളരെ താഴ്ത്തിക്കെട്ടി വളരെ മോശമായിട്ട് വാൽമീകി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. വലിയകരമായിട്ട് എഴുതിയത്. അപ്പോൾ വായിക്കാൻ കിട്ടിയ പുസ്തകമൊക്കെ എന്താ പറഞ്ഞത്? രാമനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു രാവണൻ. എന്നിട്ടും രാവണനെ താഴ്ത്തിക്കെട്ടി രാമനെ ഉയർത്തിക്കാട്ടിയത് സവർണ മറ്റേതിൻ്റെ പെരുമ്പല്യ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പൊ ആരോ ഇയാളോട് ചോദിച്ചു, ഈ രാവണൻ ഇത്ര കേമനാണെന്ന് അങ്ങനെയൊക്കെ എങ്ങനെയാ മനസ്സിലായതോ ചോദിച്ചു. വാൽമീകിയാണ് ഇപ്പണി ചെയ്തത്, എന്റെ ഇദ്ദേഹത്തെ താഴ്ത്തി കെട്ടിയത്. രാവണൻ ഇത്ര കേമനാണെന്ന് അങ്ങ് എങ്ങനെ മനസ്സിലാക്കി? അങ്ങോട്ട് ആരാ പറഞ്ഞത്? പോയി വാൽമീകി രാമായണം വായിക്കുമെന്നാ പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ലേ? 4 മണിക്ക് ചായ കഴിഞ്ഞത് ആലോചിച്ചോളൂ, അപ്പൊ മനസ്സിലാവും. എന്താ പറഞ്ഞത്? രാവണൻ ഇത്ര കേമനാണെന്ന് അങ്ങേക്ക് എങ്ങനെയാ മനസ്സിലായത് ചോദിച്ചപ്പോ മറുപടി എന്താണ്? വാൽമീകി രാമായണം വായിക്കുമെന്ന്. അപ്പൊ ഇയാൾ എന്താ നേരത്തെ പറഞ്ഞത്? വാൽമീകി രാവണനെ അവരോര് മനസ്സിലായില്ലേ? രാവണന്റെ നല്ല വശവും ചീത്ത വശമൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? വാൽമീകി പറഞ്ഞിട്ടുണ്ട്. രാമന്റെ നല്ല വശം ചീത്ത വശം പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ വേണ്ട വെച്ചാൽ എടുത്തോളൂ, രാവണന്റെ ഏതാ വെച്ചാൽ അതെടുത്തോളൂ, രാമന്റെ വെച്ചാൽ അതെടുത്തോളൂ. നമുക്ക് തോന്നിയത് രാമന്റെ നല്ലതെന്നാണ്. എന്താ കാരണം? അതിലത്രയ്ക്ക് വലിയ അപകടമൊന്നുമില്ല. ആകെ ഇപ്പം നെല്ലിപ്പൊറുക്കി കൊണ്ടുവന്നപ്പോൾ കിട്ടിയതൊരു ബാലിയുടെ കഥയാണ്. രണ്ടാമതൊന്ന് ആലോചിച്ച് നടക്കാൻ തുടങ്ങിയത് കുറെ കാലം ഇതൊരു കിട്ടിയിട്ടില്ല. ശരിയല്ലേ ഇത്? അതാണ് കഥ. രാവണന്റെ അങ്ങനെയല്ല, രാവണന്റെ മുട്ടിനുണ്ട്. പിന്നെ യുദ്ധം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സീതയെ ഇങ്ങനെ ഉപദ്രവിക്കാതെ കണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെ ഇരിക്കണ്ട വെച്ചാൽ വിഭീഷണൻ അപ്പോഴും എന്ത് ചെയ്തു? വിഭീഷണൻ ജ്യേഷ്ഠ അത് മനസ്സിരുത്തണം. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ഈ കൊട്ടാരത്തിൽ ഇവിടെ കേമന്മാരാണെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ലങ്കയിലേക്ക് വാനരന്മാരോട് കൂടിയിട്ട് രാമനും ലക്ഷ്മണനും കടന്നു വന്നാൽ ലങ്ക നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് വേണ്ടോ? നമ്മൾ ഈ വാനരന്മാരൊക്കെ നല്ല കേമന്മാരാണ്. യാവന്ന ലങ്കാം സമഭിദ്രവന്തി വലീമുഖാ പർവത കൂടമാത്രാഃ ദംഷ്ട്രായുധാശ്ചൈവ നഖായുധാശ്ച പ്രതീയതാം ദശരഥായ മൈഥിലി. ഈ വാനരന്മാർ ദംഷ്ട്രായുധന്മാർ. ദംഷ്ട്രാച്ച മറ്റുള്ള പല്ലിൽ നിന്ന് നഖം നിന്ന് എന്തുകൊണ്ടും പൊരുത്തും. ആര്? വാനരന്മാരെ കൊടുക്കൂ, മൈഥിലിയെ കൊടുക്കൂ കേട്ടാ, കൊടുക്കൂ. അതാ വേണ്ടത്. പ്രഹസ്ത. അപ്പൊ പ്രഹസ്തനാണ് വന്നിട്ട് ഈ രാജാവിനെ ഇങ്ങനെ വശീകരിച്ചിട്ട് ഇങ്ങനെയൊന്നല്ല രാമന്റെ നേരെ കുംഭകർണന് നമ്മളെല്ലാവരും കൂടി നേരെ നിന്ന രാമനൊന്നും ആരുമല്ല, അങ്ങ് പേടിക്കേണ്ടെന്ന് ആരതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തു പ്രഹസ്തൻ. അപ്പൊ പ്രഹസ്തനോട് പറഞ്ഞു, പ്രഹസ്ത രാജ്യാച മഹോദരശ്ച ത്വം കുംഭകർണശ്ച യഥാ. നിങ്ങൾ ഓരോരുത്തരും കേമന്മാർ ഇവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത്. ബ്രവീധരാമം പ്രതി തന്ന ശക്യം യഥാഗതി സ്വർഗമധർമ്മ ബുദ്ധേഹേ. നിങ്ങളുടെ ഈ എടുപ്പൊന്നും രാമന്റെ അടുത്ത് ചെലവാവില്ല കേട്ടോ. ഞാനതാ പറയുന്നത്. ഈ ദുഷ്ടന്മാർക്ക് സ്വർഗത്തേക്ക് പോകാൻ പറ്റാത്ത മാതിരി നിങ്ങൾക്കൊന്നും രാമന്റെ അടുത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് രാമൻ എങ്ങനെയുള്ളവനെന്നറിയൂ, അത് മനസ്സിലാക്കി വെച്ചോളൂ. രാമൻ എന്തുണ്ട്? ധർമ്മത്തിന്റെ നോക്കൂ, ധർമ്മപ്രധാനസ്യ രാമൻ അത് മതി ജയിക്കാൻ. ധർമ്മപ്രധാനസ്യ മഹാരഥസ്യ ഇക്ഷ്വാകുവംശപ്രഭവസ്യ രാജ്ഞ പ്രഹസ്ത ദേവാശ്ച തഥാവിധസ്യ കുതോ. നമുക്ക് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്ത് വലിയ നമ്മൾ എന്തിന് പുറപ്പെടുമ്പോഴും നമുക്ക് ഏറ്റവും പ്രബലമായിട്ട് വേണ്ട ഒരു പിൻബലം എന്താണെന്നറിയോ?
ധാർമ്മികതയാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് നമ്മൾ മനസ്സാ വാച കർമ്മണ ഒരു ചീത്തത്തം ചെയ്തിട്ടില്ല എന്ന ഉറപ്പ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നല്ലോണം ഉണ്ടെങ്കിൽ ഏത് ദിക്കിലും നല്ല പൊക്കി പിടിച്ചിട്ട് എപ്പോഴും നിൽക്കാം. എന്താ കാരണം? ആരെന്ത് അശ്ലീലം ചീത്തത്തം നമ്മളെ കുറിച്ച് പറഞ്ഞാലും നാട്ടുകാർ മുഴുവനും പറഞ്ഞാലും അവരൊക്കെ പറഞ്ഞതിന്റെ വിഷമം ഉണ്ടെച്ചാലും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് എന്ത് തോന്നും? ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു തോന്നൽ വരും. എന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പുറത്തേക്ക് വരും. എനിക്ക് പേടിയില്ല. എന്താ കാരണം? ഞാൻ സത്യം വിട്ട് ധർമ്മം വിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ശരിയല്ലേ? ഇത് അതിന്റെ പോരാനെന്തോ നമ്മുടെ ഉള്ളിലൊരു ഉറപ്പാണ്. അത്ര ഉറപ്പിട്ടെങ്കിൽ എന്തിനാണ് നമ്മളെ തല താഴ്ക്കുന്നത്? ഒരു കാര്യമില്ലേ. അഹല്യയുടെ അടുത്ത് വന്ന് അന്തല്യായെ കാണിച്ച് പുറത്തേക്ക് പോണ മഹർഷിയുടെ വേഷത്തിൽ പോണ ഇന്ദ്രൻ പോയത് തല താഴ്ത്തിയിട്ടാ പോയത്. എന്താ കാരണം? ചീത്തത്തം ചെയ്തുകൊണ്ടാണ്. ശരിയല്ലേ? മഹർഷി തല പൊക്കിയിട്ടാവാത്. എന്താ കാരണം? അദ്ദേഹം ചീത്തത്തിന് പോയിട്ടില്ല. മനസ്സിലാവില്ലേ? അപ്പൊ അതുകൊണ്ട് ധാർമ്മികമായ ഒരു അടിത്തറ പിൻബലുണ്ടോ? എന്തു ചെയ്യാം? അന്തസ്സായിട്ട് പോവാം. ആ വാക്കിനൊരു ശക്തി ഉണ്ടാവും, ഒരു ബലം ഉണ്ടാവും, ഒരു വിലയുണ്ടാവും. അല്ലാത്തതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് ജ്യേഷ്ഠ ഇവര് പറയുന്ന വർത്തമാനം കേട്ടിട്ട് തുള്ളിച്ചാടി പുറപ്പെടുന്നതോ ഒന്നും ഒരെണ്ണം ഉണ്ടാവില്ല. എന്തിന്? ഇത് ഭരിച്ചു വരുമ്പോ ഉണ്ടാവില്ല. അയം ഹി രാജ വ്യസനാഭിഭൂതോ മിത്രൈരമിത്ര പ്രതിമേർഭവദ്ഭിഃ അന്വാസ്യതേ രാക്ഷസനാശനായ തീക്ഷ്ണ പ്രകൃത്യാ ഹ്യസമീക്ഷ്യകാരി. നിങ്ങളെല്ലാവരും കൂടി രാജാവിനെ നശിപ്പിക്കാൻ കേട്ടോ. അയം ഹി രാജ വ്യസനാഭിഭൂതോ. ഈ രാജാവിന് പണ്ടേ പല ജാതി വീക്ക്നെസ് ഉണ്ട്. എന്താണ്? വ്യസനാഭിഭൂതനാണ് രാജാവ്. എന്ത് വ്യസനാഭിഭൂതൻ? പല ദൗർബല്യങ്ങളുള്ളവനാ രാജാവ്. അങ്ങനെയുള്ള രാജാവിന് അതിലെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് പണ്ടേ ആണ് ജന്മന പണ്ടേ കുരങ്ങൻ കുറച്ച് വെള്ളവും കുടിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ഒരു കടന്നലും കുത്തി, അതിൻ്റെ ഇടയ്ക്കോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭൂതസഞ്ചാരം. എങ്ങനെ ഉണ്ടാവും? ജാത്യാ കുരങ്ങൻ എന്തിനെ കള്ളം കുടിച്ച് എങ്ങനെ ഉണ്ടാവും? അതിനൊരു ഏരിക്ക പൊറുതിയില്ലായി ഉണ്ടാവുകയെ. അതിൻ്റെ ഇടയ്ക്ക് ഊരൊക്കെ ഒരു കടന്നലിൻ്റെ കുത്തും. പൊറുതി കുറച്ചും കൂടി അപ്പൊ ഒരു ഭൂതസഞ്ചാര ബാധ കൂടുതലും എന്ന് പറഞ്ഞ മാതിരിയായില്ലേ. പണ്ടേ രാജാവിന് പല ജാതി അന്തല്യായ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അപ്പജാതി മന്ത്രിമാരും എങ്ങനെയുണ്ട്? ഇവര് ഈ ദുഷ്ടതയും പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം അങ്ങനത്തെ ഒരു ദുഷ്ടനും കൂടി ആവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നാവും തോന്നുന്നില്ല കേട്ടോ രാജാവേ. ഇതം പുരസ്യാസ്യ ഇതൊക്കെ എന്തിനാണെന്നറിയോ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും അവസാനമായിട്ട് ഞാൻ ഒന്ന് പറയണ പരസ്യ വീര്യം സ്വബലം ച ബുദ്ധ്വാ സ്ഥാനം ക്ഷയം ചൈവ തഥൈവ വൃത്തി. അതല്ലേ വേണ്ടത്? ശത്രുവിന്റെ ബലം നമ്മുടെ ബലല്യായ, ശത്രുവിന്റെ മിടുക്ക് നമ്മുടെ മിടുക്കില്ലായ, ഇതൊക്കെ നല്ലോണം ആലോചിച്ച് നോക്കിയിട്ടേ സ്വന്തം പക്ഷത്തിന്റെയും ശത്രുപക്ഷത്തിന്റെയും കഥയും കഥയില്ലായും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാവൂ? യുദ്ധത്തിന് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ഈശ്വരന് ചാടി കയറിഞ്ഞ് കുത്തി മറിഞ്ഞ് പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുന്നത്? നാശം ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ നന്മയ്ക്കാണ് ഞാനിത് പറയുന്നത്, സൂക്ഷിച്ചോളൂ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്താണ്ടായെന്നറിയോ? ഈ വർത്തമാനം ഇദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടപ്പം, വിഭീഷണന്റെ വർത്തമാനം കേട്ടപ്പോൾ ആരാ നീട്ടേന്നറിയോ? ഇത്രയും നേരം എന്തൊക്കെ ഇങ്ങനെ കേട്ടപ്പം ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ, മൂത്ത മകൻ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ മേഘനാഥൻ എന്ന പേര്. ഈ മേഘനാഥൻ ഇങ്ങോട്ട് എണീറ്റിട്ട് പറഞ്ഞു, ഈ കിന്നാമത്തെ താത കനിഷ്ഠവാക്യമനർത്ഥകം ചെയ്വ സുഭീതവച്ച അസ്മിൻ കുലേയോ വിഭവെന്ന ജാത സോപീദൃശം നൈവതെന്ന കുര്യൻ. ഏതച്ഛ ഈ സാധനം? നമ്മുടെ കുടുംബത്തിന് നാറ്റം ഉണ്ടാക്കാൻ വന്നൊരു സാധനം. അച്ഛൻ്റെ അനിയൻ വിഭീഷണപ്പൻ. ഇങ്ങനെ ഒരു സാധനം, ഒരു പേരിത്തൊണ്ടൻ ഒരു അഭൻ വന്നിരിക്കണോ? അസ്മിൻ കുലെ നമ്മുടെ കുടുംബത്തിലെ ജാതി ഒന്നുമില്ല. ആരെ കസേര കൊടുത്തത് ഇയാൾക്കൊക്കെ ഇവിടെ? എന്താ സ്വത്തുവിന് വീര്യാണ് പരാഗം വലിയ കേമത്തൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. എന്താ കഥയുണ്ട്? ഒരു കഥയില്ല. ഇന്നത്തെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുക. ആരപമാനിച്ച് സംസാരിച്ചു? വിഭീഷണനെ നിന്ദിച്ച് പുച്ഛിച്ച് അപമാനിച്ചിട്ടാണ് ഈ മേഘനാഥൻ സംസാരിച്ചത്. മേഘനാഥൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വിഭീഷണൻ എണീറ്റിട്ട് പറഞ്ഞു, താതമന്ത്രേ തവ നിശ്ചയോസ്തി ബാലസ്ത്വമദ്യാപ്യ വിപക്വ ബുദ്ധി തസ്മാത്വയാ ഹ്യാത്മവിനാശനായ വചോർത്ഥഹീനം ബഹുവിപ്രലബ്ധം. ഉണ്ണി എന്താ ഇപ്പൊ പറയണോ ചോദിച്ചാല്, നിന്നെപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം അറിയോ? നിന്നെ എന്ത് പറയാൻ? നിന്നെ ഈ മീറ്റിങ്ങിന് വിളിച്ചോനെ തല്ലണ്ടതെന്ന് പറഞ്ഞാലും ഇന്ദ്രജിത്തിനോട്. തന്നെയല്ല തല്ലണ്ടത്, എന്നെ മീറ്റിംഗ് ജാതി കുട്ടികളൊക്കെ മീറ്റിങ്ങിന് വിളിച്ചിരുത്തിയിട്ട് ഈ അന്തല്ലാത്ത രാജാവിനെ രണ്ടാം തരത്തിലേക്ക് പറഞ്ഞേക്കണം. നിന്നേക്ക് എന്താ വേണ്ടത്? കഥയില്ലാത്ത പുത്രപ്രവാദേന എന്നിട്ട് അച്ഛന്റെ മുമ്പിൽ നിന്നിട്ട് അച്ഛനെ സഹായിക്കുക എന്നുള്ള മട്ടിൽ കൊല്ലാനായിട്ട് പറഞ്ഞേക്കണോ? നിനക്ക് എന്ത് ഇഷ്ടമുണ്ട്? ത്വമേവ വധ്യേശം, നിന്നെ കൊല്ലണ്ടത്. ഇന്ന് രാജാവ് നാളെയും കൂടി ഉണ്ടാവും ഇവിടെ. എന്താ നീയൊക്കെ ചത്താല്? ത്വമേവ വധ്യ, നീയാണ് വധ്യൻ. നോക്കൂ, അതാണ്. നീയും നിന്നെയും കൊല്ലണം. നിന്നെ ഈ മീറ്റിംഗിൽ വിളിച്ചോനെയും
കൊല്ലണം. എന്താ കാരണം? ബാലം ദൃഢം സാഹസികം, വെറും വിവരമില്ലാത്ത കുട്ടിയ, എടുത്ത ചാട്ടാണ് എന്റെയൊക്കെ സ്വഭാവം. ചിന്തയില്ല, കഥയില്ല. ഹൈ എന്തൊരു കഥ, മൂഢ വിഡ്ഢി. എന്നിട്ട് വന്നിട്ട് പ്രസംഗിക്കണം എന്റെ മുമ്പിൽ. നല്ലോണം ഇങ്ങോട്ട് കൊടുത്തു അവർക്ക്. ഇന്ദ്രജിത്ത് അന്നയ്ക്കുള്ളതായി നിന്ന് ഗുണമൊന്നും വേണ്ട. എന്താ കാരണം? ജാതി വർത്തമാനല്ലേ പറഞ്ഞത്, ഒടുക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ ഇടപെട്ടു. രാവണൻ പറയും ചെയ്തു, വസേ സഹസപത്നേന, നമുക്കേ ഒന്നും പറയണ്ട, ശത്രുവിന്റെ കൂടെ താമസിക്കട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. ശത്രുവിന്റെ കൂടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. മാത്രമല്ല കൃത്തേനാശീ വിഷയണഹ. ഇനിയിപ്പൊ അതല്ല, ഈ വിഷപ്പാമ്പുണ്ടാവില്ലേ, വിഷപ്പാമ്പിന്റെ കൂടെ താമസിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഇന്നത്തെ മിത്രപ്രവാദേന സംവേൽ ശത്രു, എന്നാൽ ഈ മിത്രങ്ങളുടെ മട്ടിൽ നടക്കുന്ന ശത്രുക്കളുണ്ട്, അവറ്റോളുടെ കൂടെ താമസിക്കല ബുദ്ധിമുട്ടാണ്. അതാരെ കൊള്ളിച്ച് പറഞ്ഞതാണ്? ശത്രുവിന്റെ കൂടെ താമസിക്കാനും ബുദ്ധിമുട്ടില്ല, പാമ്പിന്റെ കൂടെ താമസിക്കാനും ബുദ്ധിമുട്ടില്ല. എന്നാലോ മിത്രങ്ങളാണെന്ന് തോന്നിയും കൊണ്ട് ഉള്ളിൽ ശത്രുക്കളായിട്ട് കഴിയുന്നില്ലേ, അവറ്റോളുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാ. അതാരോ ഉദ്ദേശിച്ചത്? വിഭീഷണനെ കൊട്ടിയതാണ്. എന്നിട്ട് എന്തോ പറഞ്ഞു, അവൻ എന്തേ ചെയ്യണ്ടോ, വിദ്യതേ ഘോഷു, ഓരോന്നും ഇങ്ങനെയാണ്, ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരിയാണ് കഥകൾ എന്ന് പറഞ്ഞ് നിന്ദിച്ച് രാവണൻ തന്നെ നിന്ദിക്കാൻ പുറപ്പെട്ട സമയത്ത് വിഭീഷണന് മനസ്സിലായി, ഇതൊന്നും നന്നാക്കിയാൽ നന്നാവണതല്ല, നമുക്ക് കുറേയൊക്കെ നന്നാക്കി നോക്കുക. ഒട്ടും നന്നാവില്ല എന്ന് കണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഇങ്ങോട്ട് കൂടുക അല്ലേ? അതാണോ വേണ്ടത്? അല്ല, നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. എന്താ ചൈക്കോളൂ, എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറയും ചെയ്തു, ഒന്ന് പറയട്ടെ ഞാൻ അങ്ങോട്ട്. അതായത് നോക്കൂ, അങ്ങക്ക് നല്ലോണം നന്മ ഉണ്ടാവാൻ ഞാൻ അങ്ങയുടെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്തോ പറഞ്ഞിട്ട് എന്താ കാര്യം? ആനയുടെ മാതിരി. അപ്പൊ കാര്യം എന്താ ആനയുടെ കാര്യം? ആന എങ്ങനെയല്ലേ, യഥാപൂർവം ഗജസ്നത്വാ ഗൃഹ്യഹസ്തേന വൈരജ ആണ്. ആനയെ നമ്മൾ കുളിപ്പിച്ചു കൊണ്ടുപോയി കെട്ടിയാൽ വീണ്ടും മണ്ണ് കൈകൊണ്ട് കോരി വാരി അടക്കിടും, തുമ്പി കൈകൊണ്ട് കോരിയിട്ട് തലയിൽ കിടും. ദൂഷയത്യാത്മനോദേഹം തഥാനാര്യേഷു സൗഹൃദം. ഇതുപോലെയാണ് നമ്മൾ ഈ ദുഷ്ടന്മാരുടെ കൂടെ സൗഹൃദം കൂടിയ എത്ര നന്നാക്കിയാലും ഇത് കോരി ഇല്ല, അങ്ങനെയല്ലേ? മത്തേഭൻ പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും എന്നിതേ ഭാഷയിൽ പറഞ്ഞില്ല. അതാണ്. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടി ആനയെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കെട്ടി മണ്ണിൽ കോരിയിടണം, മതിയെ നന്നാവില്ല നമ്മൾ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയും, ജ്യേഷ്ഠ അങ്ങ് സത്വം ഭ്രാതാസിമേ രാജൻ, അങ്ങന്റെ ജ്യേഷ്ഠനാണ്. ബ്രൂഹിമാം യദ്യദിച്ഛസി, അതുകൊണ്ട് അങ്ങ് എന്താ വേണ്ടേശ പറഞ്ഞോളൂ. ജ്യേഷ്ഠോ മാന്യപിതൃസമോ, ജ്യേഷ്ഠൻ മാനിക്കേണ്ടവനാണ്, അച്ഛനെ പോലെ കണക്കാക്കേണ്ടവനാണ്. എന്നുവെച്ചാൽ ധർമ്മപഥേ സ്ഥിത, പക്ഷേ അങ്ങ് ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കണമെന്നല്ല. ഇതം ഹി പരുഷം വാക്യം നക്ഷമാമ്യഗ്രജസ്യതേ. അതുകൊണ്ട് ഈ രൂക്ഷമായ വാക്ക്, ജ്യേഷ്ഠനായ അങ്ങയുടെ വാക്കുണ്ടല്ലോ, അത് ഞാൻ അംഗീകരിക്കില്ല, എനിക്കത് ക്ഷമിക്കാൻ സാധ്യമല്ല. എന്താ പറഞ്ഞത്? നീയേ വംശത്തെ നശിപ്പിക്കാനായിട്ട് ഇവിടെ ശത്രുവിനെ സഹായിക്കുന്ന മിത്രാണെന്നല്ലേ പറഞ്ഞത്? അതെനിക്ക് അസഹ്യമാണ് എന്നും പറഞ്ഞു. ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. വിഭീഷണൻ അവസാനമായിട്ട് പറഞ്ഞു, രാജാവ് അങ്ങൊന്ന് മനസ്സിലാക്കണം. എന്താണെന്നറിയോ? സുലഭാഹ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ച പഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭ. വിഭീഷണന്റെ വർത്തമാനം രാജാവെ അങ്ങ് കണക്ക് കൂട്ടിക്കോളൂ. സുലഭാഹ പുരുഷാഹ രാജൻ, ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നടക്കണവര്. എങ്ങനെയുള്ളവര്? സതതം പ്രിയവാദിന, എപ്പോഴും ഇങ്ങനെ രസിപ്പിച്ച് സുഖിപ്പിച്ച് കൂടെ നടക്കണവര് ധാരാളം ഉണ്ടാവും നമ്മുടെ കൂടെ. ഓരോ കാര്യം നേരെയാക്കാൻ ഓരോരുത്തർ രസിപ്പിച്ചും ചിരിപ്പിച്ചും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അപ്രിയസ്യ ച പഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭ, കേൾക്കുമ്പോ അത്ര രസം തോന്നാത്ത നല്ല വർത്തമാനം ഉണ്ടാവും, എന്നാലും കേട്ടാൽ ഗുണം ഉണ്ടാവുന്ന വർത്തമാനം ഉണ്ടാവും. അങ്ങനെയുള്ളത് പറയുന്നവരും ചുരുക്കാണ്, പറഞ്ഞു കൊടുത്താൽ കേൾക്കണവരും ചുരുക്കമല്ലോ. നല്ലത് പറഞ്ഞു തരുന്നവർ എത്രയുണ്ട്? ആരുമില്ല. ഈ പറഞ്ഞു കൊടുക്കുക വെച്ചാൽ കേൾക്കാൻ വല്ലവരും ഉണ്ടോ? അതും ഇല്ല. അതല്ലേ ഇപ്പൊ ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാവണേന്നറിയോ? തൻ മരുഷയതീച്ചോക്കതം ഗുരുത്വാൽഹിതമിച്ഛത ആത്മാനം സർവഥാ രക്ഷ പുരീം ചേമാംസ രാക്ഷസം സ്വസ്തിതേസ്തു ഗമിഷ്യാമി സുഖീ ഭവ മയാവിന. അമ്പോ, ഈ വിഭീഷണൻ നല്ല വൻഡേടി കേട്ടോ. അദ്ദേഹം എന്താ പറഞ്ഞു പറയും? തന്മരിഷേതോ യച്ചോക്തം ഗുരുത്വൽഹിതമിച്ഛത. അങ്ങ് ചിന്തിച്ചോളൂ, ഞാൻ പറഞ്ഞത് അങ്ങക്ക് നന്മയുണ്ടാവാനായിട്ട് പറഞ്ഞതാണ്. ഗുരുത്വം, അങ്ങ് പിന്നെ ജ്യേഷ്ഠനാണല്ലോ, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ? ചിന്തിക്കൂ. ആത്മാനം സർവഥാ രക്ഷ, അങ്ങയെ സകല പ്രകാരത്തിലും രക്ഷിച്ചോളൂ. പുരീം ച ഇമാം സ രാക്ഷസാം, ഈ ലങ്കാപുരിയെയും എന്ത് ചെയ്തോളൂ? രക്ഷിച്ചോളൂ. മാത്രല്ല സ്വസ്തിതേസ്തു, അങ്ങക്ക് നന്മയുണ്ടാവട്ടെ. ഗമിഷ്യാമി, ഞാൻ പോവുകയാണ്.
എന്താണ്? സുഖീ ഭവ മയാവിന, അന്ന് ഞാൻ ഇല്ലാണ്ടേ സുഖമായിട്ടിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാൻ പോവാനെന്നും പറഞ്ഞു, സ്വസ്തി പറഞ്ഞ് എന്ത് ചെയ്ത് ഇറങ്ങി. എന്താ കാരണം എന്നറിയോ? ഞാൻ എന്തൊക്കെ നന്മകൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ ഞാൻ തടഞ്ഞു അങ്ങേ ചീത്ത വഴിയുന്നു. പക്ഷെ അങ്ങക്ക് അത് ചെവിയിലേക്ക് ചെന്നില്ല. അപ്പൊ എന്താണെന്നറിയോ? പരേതകൽപ്പാഹി ഗതായുഷോ നരാഹ ഹിതം ന ഗൃഹന്തി സുഹൃദ്ഭിരീരിതം. പരേതകൽപ്പാഹ, മരണം ഉറച്ച കൂട്ടര്, മരിക്കായി എന്ന് കണ്ട കൂട്ടർക്ക് മരുന്ന് ഫലിക്കില്ല. അങ്ങനെ മരുന്ന് ഫലിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? അതാ പറയുന്നത്, ഹിതം ന ഗൃഹന്തി, അങ്ങ് ഏതാണ്ട് നാശത്തിലേക്ക് കാലുകുത്തി, ഞങ്ങൾക്ക് എന്ത് ഫലിക്കില്ല. ഈ പണ്ടൊക്കെ അങ്ങനെയുണ്ട്. വൈദ്യന്മാർ, ആയുർവേദം വൈദ്യന്മാർ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊന്നുമില്ല. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഈ ശ്വാസം വലിയൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ പോവുക. പണ്ട് കലശലായിട്ട് ശ്വാസം വലിയൊക്കെ വന്ന് മരണത്തേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുമ്പം പണ്ട് അങ്ങടലേ പോവുക. വൈദ്യരെടുത്ത് ചെന്ന് വൈദ്യരോട് പറഞ്ഞു, വൈദ്യരേ ശ്വാസം വലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. വൈദ്യരെ പറഞ്ഞു, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, വൈദ്യരെ മരുന്നൊന്നില്ലേ ചോദിച്ചു. മരുന്ന് മറ്റന്നാ തരാമെന്നും പറഞ്ഞു. മരുന്ന് മറ്റേ. അപ്പൊ ഇവരും വിചാരിച്ചു ദുഷ്ടൻ, ഞാൻ തന്നു പോയിക്കോടെ എന്ന് ഇരിച്ചു. വൈദ്യരാവുന്ന പഠിപ്പര കടക്കുമ്പോഴേക്ക് ഇവിടുന്ന് നിലവിളിയും കേട്ടോ തീരുമാനമായി. വെറുതെ മരുന്ന് ചീത്തയാക്കണ്ട, വല്ല കാര്യമുണ്ടോ? പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ലേ? എന്താർത്ഥം? ഇനി ഇത് കേട്ടിട്ട് നമ്മൾ വയ്യാണ്ട കിടക്കുന്നവർക്ക് തീരുമാനമാക്കിയിട്ട് കൊടുക്കാൻ മരുന്ന് ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ പഴയ കാലത്ത് അങ്ങനെ. അതെച്ചാൽ അർത്ഥം എന്താണ്? പരേതകൽപ്പാഹി ഗതായുഷോ, ആയുസ്സും പോയി മരിക്കാനായിട്ട് തയ്യാറായിട്ടോ അങ്ങോട്ട് മരണമായി എന്ന് കണ്ട കൂട്ടര്, പ്രാണഗതി ഊർധ്വമായ കൂട്ടർക്കൊന്നും പിന്നെ മരുന്നൊന്നും ഫലിക്കില്ല. മരുന്നൊന്നും കൊടുത്തിട്ട് കാര്യവുമില്ല. പക്ഷെ അതപ്പോ അങ്ങേക്ക് പിന്നെ ഇതൊന്നും ഫലിക്കില്ല ഞാൻ പറഞ്ഞാലോ. കാരണം എന്താ വെച്ചോണ്ടോ, അങ്ങ് ഏതാണ്ട് തീരുമാനമാക്കി അങ്ങയുടെ കാര്യം. എന്ത് കാര്യമില്ല. ഇത് പറഞ്ഞ് വിഭീഷണൻ അവിടുന്ന് മനസ്സിരുത്തി. എന്താ ചെയ്തു വെച്ചോണ്ടോ, വിഭീഷണൻ അവിടുന്ന് ശേഷ സർവായുധോപേതശ്ചതുർഭി സഹ രാക്ഷസൈഹി, 4 രാക്ഷസന്മാരെയും കൂട്ടിയിട്ട് ആയുധങ്ങളൊക്കെ എടുത്തിട്ട് രാക്ഷസോഭേദി പശ്യ. അതുണ്ടായത് ആര് പോയി? രാമന്റെ അടുത്തേക്ക് പോയി. വിഭീഷണൻ 4 രാക്ഷസന്മാരെയും കൂട്ടിയിട്ടാണ് പോയത്. ചതുർഭി സഹ രാക്ഷസൈഹി, നേരെ രാമന്റെ അടുത്തേക്ക് ചെന്നു. എന്താ വെച്ചാൽ തന്നിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലേ. അങ്ങനെ എന്താ നയമെങ്കിൽ ഈ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആര് വേർപെട്ട് പോകുന്നു പറഞ്ഞതുകൊണ്ടാ ഇന്നൊരു കാര്യമുണ്ട്. കാരണം എന്താ ചോദിച്ചാല്, നമ്മള് ഏത് കൂട്ടത്തിൽ നമ്മൾ കൂടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ കൂട്ടത്തിന്റെ സമാന സംസ്കാരം ഉണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ നമുക്ക് കൂടിക്കൊഴഞ്ഞു കഴിയാൻ പറ്റുള്ളൂ. ഇത് പറ്റില്ല. മനസ്സിലാവില്ല അല്ലേ? പറഞ്ഞതല്ലോ, മനസ്സിലായോ? ഏത് സംഘത്തിലേക്ക് നമ്മൾ ചേർന്നാലും അവിടുത്തെ സംഘത്തിന്റെ സംസ്കാര മര്യാദയോട് ചേർന്ന് പോകാനുള്ള സംസ്കാര മര്യാദ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളതിൽ യോജിച്ചു പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് പോവില്ല? നേരെയായിട്ട് പോവില്ല. നാശമായിട്ട് തീരും. ഇപ്പൊ ഇതൊക്കെ ഇദ്ദേഹം ജാതി കൊണ്ട് രാക്ഷസനാണ്. ആരോ? വിഭീഷണൻ ജാതി കൊണ്ട് രാക്ഷസനാണെങ്കിലും ഈ രാക്ഷസജാതിക്കാരുടെ കൂടെ ഇരുന്ന് വാഴാൻ മാത്രമുള്ള രാക്ഷസ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആ സംസ്കാര വാസനയോട് കൂടി യോജിച്ച് അർക്കവാസന കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എണ്ണയും വെള്ളം പോലെ വേറെ നേറി നിൽക്കും. എണ്ണയും വെള്ളം കൂടി നമ്മൾ എത്ര കെട്ട് വൈകുന്നേരം വരെ ഇറക്കിയാലും ഇളക്കണോന്റെ കൈ കൊട്ടഞ്ഞുക്കാതിട്ട് ഒഴിയാന്നല്ലാതെ എണ്ണയും വെള്ളം ഒരു കാലത്തും ഒന്നാവുമോ? ഉപ്പും വെള്ളം പോലെ പഞ്ചസാരയും വെള്ളം പോലെ ലയിച്ച് ഒന്നാവില്ല. എന്താ കാരണം? അത് വേറെ 2 ജാതി സാധനം ഒരു കാലത്തും ചേരാത്തതാണ്. അപ്പൊ അതുകൊണ്ട് വിഭീഷണൻ ഈ രാക്ഷസ ജാതിയിലെപ്പെട്ടവനാണെങ്കിലും രാക്ഷസ ജാതി സംസ്കാര വാസന ഇല്ലായോണ്ട് എന്ത് ചെയ്തു? അവിടുന്ന് പോന്നു. 4 രാക്ഷസന്മാരെയും കൂട്ടി പോന്നിട്ട് നേരെ എവിടേക്കാ ചെന്നു വെച്ചാല് അവ അങ്ങോട്ട് ചെന്നു. ലക്ഷ്മണസ്യ അഗ്രതോ രാമം സംരബ്ധമിതമബ്രവീൽ. എന്താ പറഞ്ഞത്? രാവണസ്യാനുജോ ഭ്രാതാ വിഭീഷണ ഇതി ശ്രുതഃ ചതുർഭിഃ സഹ രക്ഷോഭിർഭവന്തം ശരണം ഗത. അപ്പോഴേക്ക് രാമന്റെ അടുത്തേക്ക് വന്നപ്പോ എന്ത് പറഞ്ഞു നിശ്ചണ്ടോ? രാമന്റെ അടുത്തേക്കാണല്ലോ ഇവര് വന്നത്. ചെന്ന് രാമനോട് പറഞ്ഞില്ല, രാവണന്റെ അനിയനെ 4 രാക്ഷസന്മാരെയും കൂട്ടിയിട്ടേ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. എന്താ വേണ്ടത് വെച്ചാൽ തീരുമാനിച്ച് ചെയ്തോളൂ. അപ്പോ ഇങ്ങനെ ഇവര് ഹനുമാനും ജാമ്പവാനും സുഗ്രീവനും നളനും നീലനും അങ്കദനും ഗവനും ഗവയനും ഗവാക്ഷനും മൈന്ദനും വിവിധനും അമ്പോ കുറെ പേരുണ്ട്. ഈ വാനരന്മാരെ ഇവരൊക്കെ ഇരിക്കുമ്പോഴാണ് ആരുടെ വരവ്? 4 രാക്ഷസന്മാരെയും കൂട്ടിയിട്ട് ഈ ഇദ്ദേഹത്തിന്റെ മുമ്പിക്ക് വന്നേ. അപ്പൊ എന്താ വെച്ചാല് ഇദ്ദേഹത്തിന്റെ മുമ്പിക്ക് വന്ന സമയത്ത് അപ്പൊ ഇവരെല്ലാരും കൂടി കൂട്ടിയിട്ടൊരു ചർച്ചയുണ്ടായി. എന്താ ചർച്ച വെച്ചാൽ ചിന്തയുണ്ടായി. കാരണം ഇങ്ങനൊരു ആള് വരുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാ വന്നത്? രാവണന്റെ അനിയൻ. ഇപ്പൊ ശത്രുവിന്റെ ഒരു അനിയൻ സ്വന്തക്കാരനൊക്കെ നമ്മുടെ പക്ഷത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇവനെ കണ്ണും മൂക്ക് അടച്ചു കൂട്ടിയിട്ട് സ്വീകരിച്ച് എന്താ ഉണ്ടാവുക? ഒന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ അടുക്കളത്തെ വിവരം അറിയാനാണ്. എന്താ ഇവിടുത്തെ വല്ല
സ്വകാര്യം അറിഞ്ഞിട്ട് ശത്രു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇല്ലെങ്കിലും ഈ നമ്മുടെ പക്ഷത്തുനിന്ന് ഒരുത്തൻ പോയാൽ ശത്രുപക്ഷത്ത് ചെന്നാൽ എന്താണ്ടാവുകയെന്നറിയൂ, അവൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടിരിക്കും. നമ്മുടെ പ്രധാന ശത്രു അവനായിരിക്കും. ശത്രുവിനേക്കാളും വലിയ ശത്രു ആരായിരിക്കും? നമ്മുടെ ഇടയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയവനായിരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നില്ലേ? നമ്മുടെ ഇടയിൽ നിന്ന് പല കാരണം കൊണ്ട് പല ദിക്കിലേക്ക് പോയവരാണ് ഒടുക്കം നമ്മളെ വന്ന് വെട്ടിയിട്ട് കുത്തിയിട്ടൊക്കെ പല കാലത്ത് കൊന്നതും ഇപ്പൊ കൊന്നുകൊണ്ട് ഇരിക്കുന്നതും വെടി വെക്കുന്നതും പൊട്ടിക്കുന്നതൊക്കെ ആരാണ്? ശരിയല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? അങ്ങനെയൊക്കെ ഉണ്ടാ ബുദ്ധിമുട്ട്, വല്ലാത്ത ജാതി ബുദ്ധിമുട്ടാണത്. അതുകൊണ്ടാ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ ഇവൻ വരുന്ന മാതിരി ഇവന് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നാണ് ഒരു സംശയം. അപ്പൊ എന്താ വെച്ചാൽ ഓരോരുത്തരെങ്ങനെ ചിന്തിച്ചു നോക്കി. പലരും പറഞ്ഞു വേണ്ട, അവനെ സ്വീകരിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞു? സ്വീകരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവൻ അങ്ങനെയുള്ളവനെങ്ങനെ. വേറെ ചില വാനരന്മാര് പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ നല്ലയാളാണോ ചീത്തയാളാണോ നമുക്ക് അറിയില്ലല്ലോ, അതൊന്ന് വരട്ടെ, വന്നിട്ട് കുറച്ചു ദിവസം നമുക്കിങ്ങനെ നോക്കാം, നന്നോ ചീത്തയാണോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുവരെ നമ്മൾ അവനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അപകടക്കാരനാണോ എന്ന് അറിയണ്ടേ, എന്നിട്ട് നിരീക്ഷിച്ച് പരീക്ഷിച്ചിട്ട് എടുക്കാവൂ, അതാണ് നല്ലത്. അങ്ങനെ പലരും പല ജാതി പറഞ്ഞു. സുഗ്രീവൻ പറഞ്ഞു വേണ്ട, അടുപ്പിക്കേണ്ട, അതാ നല്ലതെന്നും പറഞ്ഞു. അങ്കദൻ പറഞ്ഞു അവനൊന്നും അടുപ്പിക്കാൻ കൊള്ളില്ല, കൊല്ലുക വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാനരന്മാര് പല ജാതി പറഞ്ഞപ്പം നമ്മളെ ഹനുമാൻ മാത്രം ഒന്നും ഉണ്ടെന്നില്ല. ശ്രീരാമചന്ദ്രസ്വാമി ചോദിച്ചു ഹനുമാനെ ഒന്ന് പറയൂ, എന്താ വേണ്ടോ പറയൂ. ഹനുമാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി എനിക്കൊരു അഭിപ്രായം ഉണ്ട്, എന്താ ശണ്ടോ? വന്നിരിക്കുന്നത് രാവണന്റെ അനിയൻ തന്നെ ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ രാവണന്റെ അനിയനാണ് നിരീക്ഷിച്ചിട്ട് ഇപ്പം മഹാമോശാനെന്ന് കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. മാത്രല്ല ചിലപ്പം ഈ രാവണന്റെ ചീത്ത സ്വഭാവം നമുക്കറിയാലോ, അത് ചിലപ്പോൾ ഇയാൾക്ക് പിടിക്കണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു വരാമല്ലോ. അപ്പൊ നമ്മളങ്ങനെ പിന്നെ ഇപ്പൊ ഇവര് പറഞ്ഞ മാതിരി സംശയിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ രാത്രിയും പകലൊക്കെ ഇയാൾ എന്നെ നോക്കി നടന്ന എന്താണ്ടാവുക? അയാൾക്ക് നമ്മളോട് വെറുപ്പല്ലേ ഉണ്ടാവുക? അപ്പൊ അത് സ്നേഹമല്ലല്ലോ ഉണ്ടാക്കുക, വെറുപ്പല്ലേ ഉണ്ടാക്കുക. എൻ്റെ ഒരു അഭിപ്രായം എന്താ ചോദിച്ചാല് ഈ വിഭീഷണൻ മോശക്കാരനോ ചീത്തക്കാരനോ അല്ല, അവിടെ സഹിക്കുക വയ്യാണ്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണ്, സ്വീകരിക്കാന്ന് എൻ്റെ പക്ഷം. ആര് പറഞ്ഞു? ഹനുമാൻ പറഞ്ഞു കേട്ടോ. ഹനുമാൻ എന്ത് പറഞ്ഞപ്പോ എല്ലാവരുടെയും കൂടി തീരുമാനം അഭിപ്രായം. നമുക്ക് ശ്രീരാമചന്ദ്രസ്വാമി അഭിപ്രായത്തിന്റെ ഒരു പ്രത്യേകത കണ്ടുകൊണ്ട് ഒന്നും സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യല്ല. വിവരമുള്ളവരോട് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സിരുത്തിയിട്ട് അതുണ്ടായത്. ഭീഷണനെ എന്താണ്ടായത്? സ്വീകരിക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ ഓരോരുത്തരിങ്ങനെ ഓരോന്ന് പറയുമ്പം പലരും പലതും പറഞ്ഞു. അപ്പം രാവണന്റെ അനിയനല്ലേ, എന്താ കഥ ചോദിച്ചു. അങ്ങപ്പം പറയാൻ എന്താണ്ടായെന്നറിയൂ? എന്തായാലും നമ്മളെന്തായാലും ഇവന്റെ ജാതിയിൽ പെട്ടവരും സമ്പ്രദായത്തിൽ പെട്ടവരും അല്ല. പിന്നെന്താ വെച്ചാൽ ഏത് ജാതിയിലും ഉണ്ടാവുമല്ലോ നല്ല കൂട്ടം, അങ്ങനെ കൂട്ടരുത്. പിന്നെ ഇപ്പൊ നമ്മൾ ആരോ ഒന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ഇപ്പം ചിലപ്പോ വന്നതേ ഇപ്പൊ എന്തായാലും രാവണൻ ചത്താലും രാജ്യം എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ അധികാരക്കൊതി കൊണ്ട് വന്നതാവും. അങ്ങനെയും കൂട്ടരുതെന്നൊക്കെ വാനരന്മാര് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതൊന്ന് കേൾക്കണം മറുപടി. ചിലപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാവും, അങ്ങനെ അധികാരം മനസ്സിലാക്കി വന്നതും ആവും. ആയിക്കോട്ടെ, നമുക്ക് വിരോധം ഇല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലുള്ളവരെല്ലാവരും നമ്മളെ പോലെ ആവണം നമുക്ക് ശഠിക്കാൻ പറ്റുമോ? എന്ത് എല്ലാവരും നമ്മുടെ മാതിരി ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ശഠിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിലും ഉണ്ണിയെ പറയുക സർവേ ഭ്രാതരസ്താത ഭവന്തി ഭരതോപമാഹ മദ്വിധാവാ പിതുഃ പുത്ര സുഹൃദോ വാ ഭവദ്വിധാഹ. സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ സർവേ ഭ്രാതരസ്താത ഭവന്തി ഭരതോപമാഹ. ഇല്ലെങ്കിലും പറയാ എല്ലാ അനിയന്മാരും ഇപ്പൊ എന്റെ ഭരതന്റെ മാതിരി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. എന്ത് പറഞ്ഞ പ്രഭാവം മനസ്സിലാക്കിയോ? രാമന്റെ വഴിയത്. ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാ അനിയന്മാരും ഇപ്പൊ എന്റെ ഭരതന്റെ മാതിരി ആവണമെന്ന് നിർബന്ധിക്കാൻ വയ്യ. അതൊരു വല്ലാത്ത ജാതി അനിയൻ തന്നെയാ. ഇത് ഇന്ത്യ ഉണ്ണി ഭരതനുണ്ണിയെ അങ്ങനെയാവും ഇപ്പൊ എല്ലാരും നമ്മൾ ജീവിക്കണ്ട. മാത്രല്ല എന്താണെന്നറിയോ? ഭവന്തി ഭരതോപമാഹ മദ്വിധാവാ പിതുഃ പുത്രാഹ. എല്ലാ മക്കളും ശ്രീരാമന്റെ മാതിരി അച്ഛന്റെ കാര്യം നോക്കാമെന്നൊന്നും പറഞ്ഞതൊന്നും കാര്യമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ആയിക്കോളൊന്നൊന്നുമില്ല. നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ മാത്രല്ല എന്ത് സുഹൃദോ വാ ഭവദ്വിധ. പിന്നെ ഇപ്പൊ എല്ലാ സുഹൃത്തുക്കളും അങ്ങേ പോലെ ആവുമോ സുഗ്രീവ? എന്തത്? നമ്മൾ തമ്മിലുള്ള സൗഹൃദം പോലെ ഇപ്പം എല്ലാ സൗഹൃദം ഉണ്ടായിന്നൊന്നും വരില്ല. അച്ഛനോട് ഞാൻ കാണിച്ച മാതിരി മഹിമയൊന്നും ഇപ്പം എല്ലാ മക്കളും കാണിച്ചോളണമെന്നൊന്നുമില്ല. പിന്നെ ഇപ്പം എൻ്റെ ഭരതനുണ്ണിയുടെ മാതിരിയുള്ള അനിയന്മാരൊന്നും ഇപ്പം എല്ലാ ദിക്കിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ നമ്മുടെ ജാതിക്കാരല്ലേ, നമ്മുടെ സമ്പ്രദായക്കാരല്ലല്ലോ. അവരുടേതായ മറ്റു മാതിരിയൊക്കെ അവർക്കുണ്ടാവും എന്നാര് പറഞ്ഞു?
രാമൻ സുഗ്രീവനോട് പറഞ്ഞു, എന്നിട്ട് എന്താ ചെയ്തു എന്നറിയൂ? ശ്രീരാമചന്ദ്രസ്വാമിയുടെ തീരുമാനം എങ്ങനെയാണെന്നറിയൂ? ഈ ഹനുമാന്റെ വർത്തമാനം കേട്ടതിന് ശേഷം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ച എന്താ വെച്ചാൽ സകൃതേവ പ്രപന്നായ, എന്താ പറഞ്ഞു രാമന്റെ വാക്യാണ്, സകൃതേവ പ്രപന്നായ തവാസ്മീതി ചയാചതേ. അതുണ്ടായത് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് ശരണം പ്രാപിച്ച് തവാസ്മി, ഞാൻ അങ്ങയുടെ ആളാണ് കേട്ടോ എന്നൊരാൾ പറയുക, എന്നിട്ടോ അഭയം, അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥിച്ചാല് ഞാനേ അങ്ങയുടെ അടുത്ത് വരും, സകൃതേവ പ്രപന്നായ, ഒരിക്കൽ വന്നിട്ട് എന്നെ ആശ്രയിച്ചു, എന്നിട്ട് പറയുകയും ചെയ്തു തവാസ്മി, ഞാൻ അങ്ങയുടെ ആളാണേ, എന്നെ വിടരുതേ എന്ന് പറഞ്ഞൊരാൾ അഭയം ചോദിച്ചു വന്ന ഞാൻ എന്ത് ചെയ്യും? അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതൽ വ്രതം മമ. അങ്ങനെ ഒരാൾ വന്നാൽ, ആര് വന്നാലും ഞാൻ എന്ത് കൊടുക്കും? അഭയം കൊടുക്കും. മാത്രല്ല അതുകൊണ്ട് എന്ത് ചെയ്യൂ? ആനയൈനം ഹരിശ്രേഷ്ഠ ദത്തമസ്യാഭയം മയാ വിഭീഷണോ വാ. ആനയൈനം കൂട്ടിക്കൊണ്ടിരൂ. ആരെ? ആനയൈനം ഹരിശ്രേഷ്ഠ, ഹേ വാനരരാജാവേ, അദ്ദേഹത്തെ വിളിച്ചു, സുഗ്രീവ കൂട്ടിക്കൊണ്ടിരിക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ? നോക്കൂ, അതല്ലേ പറയുന്നത്, വിഭീഷണോവ ദത്തമസ്യാഭയം, ഞാൻ വന്ന രാക്ഷസന് അഭയം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വിഭീഷണോവ, വിഭീഷണനായിക്കോട്ടെ, യതിവാ രാവണ സ്വയം. ഇനി അല്ല രാവണൻ തന്നെയാ വന്നത് കൂട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല, കൂട്ടിക്കൊണ്ടുവന്നോളൂ എന്നും പറഞ്ഞു. ആരോട്? അമ്പോ. എന്താ പറഞ്ഞത്? അത് വല്ലാത്തൊരു വാചകമായി പോയി. അതൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല, ഇജാതിയൊന്നും പറയുന്ന ആരും നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമി അതല്ലേ രാമൻ ഇങ്ങനെ പറയുന്നത്. വിഭീഷണനായിക്കോട്ടെ, ഇനി അതല്ല സാക്ഷാൽ രാവണൻ തന്നെ ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല, അഭയം ഞാൻ കൊടുത്തിരിക്കണോ, ഇങ്ങോട്ട് കൂട്ടിക്കൊന്നു. ഇതും കൂടെ കേട്ടപ്പോഴേക്ക് എന്താ ഉണ്ടായിന്നറിയോ? നമ്മുടെ സുഗ്രീവൻ തൊഴുതിട്ട് പറഞ്ഞു, അമ്പോ അങ്ങയുടെ കാര്യം, കിമത്ര ചിത്രം ധർമ്മജ്ഞ ലോകനാഥ സുഖാവഹ. എന്താ സംശയമുള്ളത്? അങ്ങ് ലോകനാഥനാണുള്ള കാര്യം എന്ത് സംശയം? യത്വമഹര്യ പ്രഭാഷേധാ സത്വവാൻ ചൽപഥേ സ്ഥിത. അങ്ങയുടെ മാതിരി ഒരു സദാചാരനിഷ്ഠയുടെ മാർഗം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നോക്കാനേ വഹിക്കൂ. എന്താ കാരണം? അല്ലാത്ത ജാതി ഉയർന്ന നിലയിൽ അങ്ങനെ നിപ്പോ നമുക്ക് നടക്കാൻ പറ്റണില്ലേ, വലിയ കാര്യം. അങ്ങനെ വിഭീഷണനെ കൊണ്ടുപോകുന്നു. അപ്പൊ വിഭീഷണനെ അടുത്തേക്ക് വന്ന് തോൽച്ചിട്ടോ പറഞ്ഞു, അനുജോ രാവണസ്യാഹം, ഞാൻ രാവണന്റെ അനിയനാണ്, പരിചയപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എന്താ വെച്ചാല് ഞാനേ ഈ രാവണന്റെ അടുത്ത് നിന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു, തന്നെ അപമാനിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഭവന്തം സർവഭൂതാനാം ശരണ്യം ശരണാഗത. അങ്ങ് പിന്നെ എല്ലാവർക്കും ശരണം കൊടുക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ശരണം കൊടുക്കണ മഹാത്മാവല്ലേങ്ങ്, അതുകൊണ്ടേ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എനിക്ക് ശരണം തരണേ എന്നും പറഞ്ഞു ആരോടോ? രാമനോട് പറഞ്ഞു. രാമൻ വലിയ സന്തോഷമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ച് സന്തോഷമായിട്ട് അവർ വലിയ സൗഹൃദമായിട്ട് തീർന്നു. അങ്ങനെയാണ് വിഭീഷണൻ ഇവിടേക്ക്. വിഭീഷണൻ ഇവിടേക്ക് വന്നപ്പോഴേക്ക് എന്താ ഉണ്ടായെന്നറിയോ? വിഭീഷണനെ ലങ്കേശ്വര രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവിടെ രാജാവില്ലേ, അത് പോകാണ്ട് കഴിഞ്ഞ മട്ടല്ലേ ഇത്? അതൊക്കെ ഓഫാക്കിയതാണ്. ഫാൻ ഓഫാക്കിയാലും കുറച്ചേരം കൂടി തിരിയല്ലോ ഇല്ലേ? ഫാൻ നമ്മൾ ഓഫാക്കിയാലും കുറച്ചേരം കൂടി തിരിഞ്ഞിട്ടല്ലേ നിൽക്കുള്ളൂ, പെട്ടെന്ന് നിൽക്കുമോ? നിൽക്കുക. അതേതാണ് ഓഫാക്കി, ഇപ്പോഴും തിരിയണ്ട. പക്ഷെ അത് ഏത് തിരിയലാണ്? ഓഫാക്കിയതിന്റെ ശേഷമുള്ള തിരിയല്ല. അത് എങ്ങനെയാ തിരിയാ? മറ്റേത് ഇങ്ങനെ തിരിയുമ്പോൾ ഓഫാക്കിയാൽ മെല്ലെ തിരിഞ്ഞായിട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ വിഭീഷണനെ എല്ലാവരും കൂടിയിട്ട് അഭിഷേകം. ഇവിടെ ഒരു കാര്യം രാമായണത്തിലൊന്നും ഇല്ല കേട്ടോ. പണ്ടൊരു കഥ പറഞ്ഞ കൂടുതൽ മുത്തശ്ശിയൊക്കെ പറഞ്ഞ കഥയുടെ കൂട്ടത്തിലുള്ളതാണ്. രാവണന്റെ അനിയൻ വന്നപ്പോഴേക്കന്നെ അയാളെ പിടിച്ച് എന്ത് ചെയ്തു? രാജാവായിട്ട് അഭിഷേകം ചെയ്തുല്ലോ. അപ്പൊ ആരോ ചോദിച്ചു അത്ര രാമനോട്, അല്ല ഇപ്പൊ ഈ യുദ്ധം തുടങ്ങണതിന്റെ മുമ്പ് ആ രാവണൻ സീതയെ കൊണ്ടുവന്ന് കാൽക്കൽ വെച്ച് നമസ്കരിച്ച് തെറ്റിപ്പറ്റിപ്പോയി, നിങ്ങൾ കണക്കാക്കരുത്, ക്ഷമ ചോദിക്കണം. നമ്മൾ നമസ്കരിച്ചാൽ എന്ത് ചെയ്യും? രാവണന് മാപ്പ് കൊടുക്കും. അപ്പൊ മറ്റേ സ്ഥാനത്തിന് എന്ത് ചെയ്യും? ചെപ്പുടക്കം എത്തിയില്ലേ തലയില്? ആരുടെ? വിഭീഷണനെ കൊണ്ടുവന്ന് കല്ലിന്റെ മുകളിൽ ഇരുത്തി ചെപ്പോടൊക്കെ കമഴ്ത്തി നേരെയാക്കി രാജാവാക്കിയില്ല. അതെന്ത് ചെയ്യും? ചോദിച്ചു അത്രേ. അപ്പൊ ഒന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? രാമൻ പറഞ്ഞ മറുപടി ശങ്കയില്ലാതെ പറഞ്ഞു. രാമായണത്തിലൊന്നും ഉള്ളതല്ല കേട്ടോ. ഇനി എവിടെ പോയി പറയുന്നതൊക്കെ രാമായണത്തിൽ തിരുമേനി പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ പേര് ചീത്തയാവും. എന്ത് പുസ്തകത്തിലുള്ളതല്ല, പക്ഷെ ഇതിന്റെ ചേർത്ത് പറയുന്ന ചില ഈ മുത്തശ്ശി കഥകളില്ലേ, നല്ല രസം. ഇജാതി കഥകളൊക്കെ നല്ല ആശയമുണ്ട്, ചില പുസ്തകത്തിലൊന്നും ഉള്ളതല്ലത്. അപ്പൊ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യും? രാമനോട് ചോദിച്ചപ്പോ രാമൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? എന്റെ അയോധ്യ അവിടെ കിടക്കണോ? എന്ത് 14 കൊല്ലം കഴിഞ്ഞാൽ അത് ഒഴിയും. ആര്? മറ്റേ വടേക്കര ഒഴിയേ? ആരൊഴിയും?
ഭാരതം 14 കൊല്ലത്തെ കാര്യമോ അവിടെ കൊണ്ടുപോയി ഇരുത്തും. അമ്പോ അങ്ങനെ പറഞ്ഞു അത്രേ. അങ്ങനെ രാമായണത്തിലൊന്നും ഇല്ലട്ടോ. അത്രയ്ക്കും വലിയ മനസ്സാണ് ആരുടേതെന്നാ പറഞ്ഞതൊന്നും. രാമനെ നമുക്ക് അളക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് രാമായണം പുസ്തകത്തിൽ വാൽമീകി പറഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാം മുഴുവനൊന്നും ഇപ്പോൾ വാൽമീകിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര കാലം